നോക്കൂ നിങ്ങൾ, ഈമാന്റെ കുറവ് വന്നാൽ നിസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാറുണ്ട്. എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ ഖൽബിനകത്തെങ്ങാനും മോശത്തരങ്ങൾ കടന്നു വരുമ്പോ അതിന്റെ അർത്ഥം ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണെന്നാണ്. ഈമാനുള്ളതിലേക്ക് തിന്മ കയറി വരില്ല എന്നാണ്. ഈമാൻ നന്മയിലേക്ക് ഒരു തിന്മ കയറി വരാൻ സാധിക്കില്ല. ഒരു നന്മയിലേക്ക് തിന്മ കടന്നു വരാൻ കഴിയൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൽബിൽ വീണ്ടും വീണ്ടും തെറ്റുകളുടെ ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൽബ് നന്നാക്കാനായിട്ടുണ്ട്, മോശത്തരത്തിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു ചിന്ത എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൽബിനകത്തുണ്ടാകണം. അല്ലാഹു ബോധം നൽകട്ടെ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. കോഴിക്കോട് ബാലുശ്ശേരി ഭാഗത്ത് ഒരു സഹോദരി ചാടിപ്പോയി. തന്റെ ഒരു 7 വയസ്സുള്ള മകനെ ഭർത്താവ് വരുന്ന വിവരം അറിഞ്ഞിട്ട് ഭർത്താവിന്റെ സമ്പത്തുമായിട്ട് കിട്ടുന്ന സമ്പത്തെടുത്തിട്ട് ആ ഭാര്യ ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഈ വാർത്ത ഇങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടിയുടെയും ആ പെണ്ണിന്റെയും ഫോട്ടോകൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു പെണ്ണ് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പല കാര്യങ്ങളും ഉണ്ടാകും, കാരണങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു വന്നത്, ആ പെണ്ണങ്ങനെ ഇറങ്ങിപ്പോയതിന് എന്താ കാരണമെന്ന് നമ്മൾ ആലോചിക്കണം. ഒന്ന്, ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഭർത്താവിൽ നിന്നുള്ള ചില സംഭവങ്ങൾ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവില്ല. ദാമ്പത്യ ജീവിതത്തിന്റെ ചില ഭദ്രതകൾ അവിടെയുമുണ്ടല്ലോ. രണ്ടാമത്തത്, ആ പെണ്ണിന്റെ തോന്നിവാസം കൊണ്ട് പോയത്. ഇങ്ങനെ എന്തായാലും 2 കാരണങ്ങൾ അതിന്റെ മുമ്പിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയായാലും നമ്മുടെ ഖൽബിനകത്ത് ഈമാൻ വേണം കേട്ടോ. ഈമാൻ ഇല്ലാത്തതാകുമ്പോഴാണ് ഈ 2 ചിന്തകളും നമ്മുടെ ഖൽബിനകത്തേക്ക് വരല്. എത്ര നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഭർത്താവിൽ നിന്നുള്ളൊരു സ്നേഹം, ഭർത്താവിൽ നിന്നുള്ള കെയറിങ്, ആ ഭർത്താവിൽ നിന്നുള്ളൊരു ആലിംഗനം, ഭർത്താവിൽ നിന്നുള്ളൊരു ബന്ധം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാതെ ഇരുന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വലിയ മൈൻഡ്, ചില സ്ത്രീകൾ പെട്ടെന്ന് അവിടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പട്ടാളക്കാരുടെ ജോലിയിലെ ആ ഡ്യൂട്ടി സമയം ദിവസങ്ങൾ വെട്ടിച്ചുരുക്കാനുള്ള കാരണം, തന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്റെ ഭർത്താവ്, തന്റെ പട്ടാളക്കാരിലെ ഒരാളുടെ ഭർത്താവിനെ പറ്റിയിട്ട് കിട്ടുന്നില്ല, എന്റെ ഭർത്താവിന് എനിക്ക് വേണ്ടതുപോലെ എനിക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞപ്പോഴാണല്ലോ തന്റെ ഭാര്യയുടെ കൂടെ നിൽക്കാൻ തന്റെ ഭർത്താവിന് കഴിയണം. അവൾക്ക് വേണ്ട സ്നേഹവും വാത്സല്യവും എല്ലാം കൊടുക്കാൻ ആ ഭർത്താവിന് കഴിയണം. അവരുടെ സ്നേഹത്തിന്റെ തണലായി, ജീവിതത്തിന്റെ തണലായി ഭർത്താവിന് മാറാൻ കഴിയണം എന്നെന്റെ പ്രിയമുള്ളവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിനകത്ത് ആ ചിന്ത വന്നു. അതുകൊണ്ടായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഒരു പെണ്ണ് അവിടുന്ന് പരാതി പറഞ്ഞു വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അവിടുന്ന് ഭരണ സമയം, ആ ഭരണത്തിന്റെ ഡ്യൂട്ടിയുടെ സമയം അവിടുന്ന് മാറ്റുന്നത് തന്റെ പട്ടാളക്കാരുടേത്. മനസ്സിലായ നിങ്ങൾക്ക്? എന്നാലും ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ കടന്നു പോയ പല ആളുകളും ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ മനസ്സിലാക്കണം, തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന തന്റെ ഭർത്താവിന്റെ കൂടെയുണ്ട്, എന്റെ ഉമ്മയും ബാപ്പയും എല്ലാവരും എന്റെ കൂടെയുണ്ട്. പഠിച്ചവനെ, ഞങ്ങളെ ജീവിതം എന്താകും എന്നുള്ളൊരു ബോധം, അവിടെ മനസ്സെന്താകും എന്നുള്ളൊരു ബോധം, അവിടെ കൽബ് വേദനിക്കില്ലേ എന്നുള്ളൊരു ബോധം എന്റെ പ്രിയമുള്ളവരെ മനസ്സിനകത്തേക്ക് കടന്നു വരണം. ഈമാനില്ലാത്തത് കൊണ്ടാണ് ആ ചിന്ത പോലും ഇന്ന് പല പെണ്ണുങ്ങളുടെയും, സ്ത്രീകൾ ഇങ്ങനെ പോകുന്ന ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, കൊണ്ടുപോകുന്നവനാകട്ടെ ആരാകട്ടെ, അവന്റെ ജീവിതത്തിലൊന്നും ഇങ്ങനെ വരാത്തത്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഫോട്ടോകളൊക്കെ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെ വരികയാണ്, ആ പെണ്ണ് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറയാണ്. പക്ഷെ ആ പെണ്ണിനെ കൊണ്ടുപോയ ഒരുത്തനും കൂടെ അവിടെ ഉണ്ടല്ലോ. അവന് എന്തേ പുറം ലോകം കാണിക്കാത്തത്?
അവനെ കുറിച്ചൊന്ന് ജനങ്ങൾ പറയണം. എല്ലാവരും പറയണം ഓരോ കുട്ടീനോണ്ടാ പോയത്, ഇങ്ങനെ പല പൈസ കൊണ്ടാ പോയത്. പക്ഷെ അങ്ങനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി ഒരുത്തണ്ടല്ലോ, ഓനെന്താ പറയാത്തത്? അതും കൂടെ ലോകത്തിന്റെ മുമ്പിൽ വരണ്ടേ? എല്ലാവരും അവന്റെ ഈ അവര് ചെയ്ത ആ ഒരു തെറ്റും കൂടെ, ആ ഒരു മോശത്തരം കൂടെ, എന്റെ പ്രിയമുള്ളവരെ, പബ്ലിക്കിൽ എന്താ ജനങ്ങൾ പറയാത്തത്? ആ പെണ്ണിന്റെ ഫോട്ടോകൾ വെച്ചിട്ടാണ് ഇന്ന് പല പല സംഭവങ്ങളും വീഡിയോസുകളും നമ്മൾ കാണുന്നത്, സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസമാണ് ഒരു RSS നേതാവിന്റെ ഒരു പ്രവർത്തകന്റെ കൂടെ അവിടുന്ന് പടച്ചവനെ കഴിഞ്ഞ ദിവസം അവന്റെ കൂടെ നിന്ന ഒരു പെണ്ണല്ലേ കോണിയുടെ ഹജ്ജിൽ ആത്മഹത്യ ചെയ്തത്. കോണിയുടെ കമ്പിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തത്. അവനത് കണ്ടു നിന്നില്ലേ? ആ പെണ്ണ് മരിച്ചു പോയില്ലേ? അവന്റെ ജീവിതം ഇന്ന് അവനിക്കിന്ന് ജയിലുണ്ടാകും, പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ അവൻ ഇറങ്ങുമ്പോൾ അവനൊക്കെ സുഖമായിട്ട് ജീവിക്കും. പക്ഷേ പോയ ആ പെണ്ണിന്റെ ജീവിതം അവൾക്ക് നഷ്ടമായില്ലേ? നോക്കൂ നിങ്ങൾ, അങ്ങനെയാണ് ഇന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടായിരിക്കാം നഷ്ടം സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കുമാണ് നഷ്ടം വരുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവമുണ്ട്. ഇൻഷറഹ് അയ്യൂബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. എന്റെ പ്രിയമുള്ളവരെ, വളരെയധികം വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പെണ്ണാണ്. ജാമിഅ മില്ലിയ ഇസ്ലാമിക സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠനം ഉന്നത മാർക്കോട് കൂടെ വിജയിച്ചു. നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരുത്തനെ പ്രേമിക്കാണ്, ഒരുത്തനെ ഇഷ്ടപ്പെടുകയാണ്. ദിവസങ്ങൾ കടന്നു, മാതാപിതാക്കൾ എതിർത്തുപോയി. പക്ഷെ അവൾക്ക് അത് വേണ്ട, അവൾക്ക് അവനെ തന്നെ വേണം. സ്വന്തം മാതാപിതാക്കൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവന്റെ കൂടെ പെണ്ണ് ഇറങ്ങി പോവുകയാണ്. പക്ഷെ അവന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ ക്രൂരമായി മർദ്ദിക്കുകയാണത്രേ. മർദ്ദിച്ചെന്ന് മാത്രമല്ല, കഴുത്തറുത്തുകൊണ്ട് ആ പെണ്ണിനെ കൊന്നുകളയുകയാണ്. കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, എന്റെ പ്രിയമുള്ളവരെ, തന്നെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പോലീസുകാർ വന്നപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടിയിട്ട് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഉമ്മാനെ വാപ്പാനെ ഇട്ടിട്ട് അവരെ കളിയാക്കിയിട്ട് ആരും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ ഇതൊന്ന് കാണണേ. എവിടെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ ഒരു പ്രേമത്തിന്റെ രസം പറഞ്ഞിട്ട്, ഒരു ക്ലാസ്സിൽ കണ്ട ഒപ്പം പഠിച്ചതിന്റെ രസം പറഞ്ഞിട്ട് പഠിച്ചവനെ അവിടെ കൂടെ ഇറങ്ങി പോകുമ്പോ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. അല്ലാഹുവേ, ഇങ്ങനെയുള്ള വലിയൊരു വിപത്തായിരിക്കും ചിലപ്പോ നമ്മളെ പിടിപെടുന്നത്. അതുകൊണ്ട് എവിടെങ്കിലും എന്നെ പ്രേമിച്ചിരുന്നു, എന്റെ ക്ലാസ്സിൽ പഠിച്ചവനാണ്, എന്റെ നാട്ടിൽ പഠിച്ചവനാണ്, അല്ലെങ്കിൽ എന്റെ അയൽവാസിയാണ്, എന്റെ കൂട്ടുകാരനാണ്, ഇങ്ങനെ എവിടെയെങ്കിലുള്ള പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുമ്പേക്ക് ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട, സ്വന്തം മക്കളെ വരെ വലിച്ചെറിഞ്ഞിട്ടാണ് പല ആളുകളും പോകുന്നത്. എന്നിട്ട് പറയാളിൽ ഓനമതി. കോടതി വളപ്പിൽ പോലും ഇന്ന് പല പെൺകുട്ടികളും പറയുന്നത് ഓനമതി നാൻ. അവസാനമോ ഒരു കയറില്, ഒരു ബ്ലേഡിലൊക്കെ അവിടെ ജീവിതം ഇങ്ങനെ അവസാനിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ, എല്ലാവിധ ശർറിൽ നിന്നും അദാബിൽ നിന്നും. അല്ലാഹുവേ, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവർ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്ന് പല സംഭവങ്ങളും ഇങ്ങനെയൊക്കെയാ കാണുന്നത് അല്ലേ? പല സംഭവങ്ങളും ഇന്ന് ഇങ്ങനെയൊക്കെയാ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബോധം നൽകട്ടെ. ഇന്ന് തോന്നിയതുപോലെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു കുട്ടിനെ കൊണ്ടുപോയൊരു സംഭവം തന്നെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കല്ലിട്ട് ആകെ ഇടങ്ങാറായിട്ട്. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് എന്തെന്നറിയില്ല, സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു. അവരുടെ ഉമ്മാന്റെ ഒരുത്തന്റെ സുഖം, ഒരു കാമുകന്റെ സുഖത്തിന് വേണ്ടി ആ ആൺകുട്ടി പോലും ഇന്നാണ് ബലിയാടായി മാറി. അങ്ങനെ പോകും, എന്നിട്ട് അവരുടെ ജീവിതം എവിടെയെങ്കിലും അവസാനിക്കും. അങ്ങനെ ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്കൊക്കെ ബോധം നൽകട്ടെ. നമ്മുടെ മക്കൾ